ചീനിച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പിനായിട്ട് ഇവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, കുറച്ച് ജീരകം, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് അരപ്പ് ചെറുതായി ഒന്ന് ചൂടായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്താൽ വെണ്ടയ്ക്ക പച്ചടി റെഡിയായി.